ഈ മുമ്പ് ഈ പോക്സോ കേസുകളെ പറ്റി മീഡിയ വൺ നടത്തിയൊരു അന്വേഷണത്തിൽ കണ്ടെത്തിയൊരു കാര്യം, ഈ പോക്സോ കേസുകളിലെ ഇരകളുടെ വീടുകൾക്ക് അടുത്ത് തന്നെയായിരിക്കും മിക്കവാറും പ്രതികൾ. ഈ പ്രതികളുമായിട്ടുള്ള ഈ പ്രോക്സിമിറ്റി ഒഴിവാക്കാൻ വേണ്ടി നേരത്തെ പോക്സോ കേസിലെ ഇരകളെ വേറെ കൊണ്ടുപോയി പാർപ്പിക്കുമായിരുന്നു സർക്കാർ. ഇപ്പോൾ അത്തരം ഹോംസൊക്കെ അടച്ചുപൂട്ടിയെന്ന് പറയുന്നു. ഇത് എത്രമാത്രം അപകടമാണ്? ഒരു കേസിലെ പ്രതി അതിൻ്റെ ഇരയുടെ വീടിനടുത്ത് പോയി താമസിക്കുക, അത് 1 മാസത്തോളം. ഇത് ഒരു അടിയന്തര പ്രാധാന്യത്തോടെ നിങ്ങൾ എന്തുകൊണ്ടാണ് കോടതിയിൽ പറയാത്തത്? അജിംസെ, ഈ വിഷയം തന്നെയാണ് ഞാൻ പറയാൻ വന്ന ഒരു വിഷയമാണ് എന്നോട് ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം ഈ കേസിൽ ഹാജരാകുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് കേസുമായിട്ട് അപ്പോഴാണ് അവരുടെ ആൻസൈറ്റി, ആ കുടുംബം എത്ര ഭയത്തോടെയാണ് അത് കാണുന്നത്. അത് ഒരുപക്ഷെ ഇടത് നിരീക്ഷകൻ അത് ഉൾക്കൊള്ളുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. രാജേഷ് ചെറുപ്പാട് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിൽ ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഈ കേരള സർക്കാർ BJPക്ക് വേണ്ടിയോ അല്ലെങ്കിൽ BJPയുടെ ഒരു പ്രവർത്തകന് വേണ്ടിയോ ഒരു നേതാവിന് വേണ്ടിയോ ഇത്രയൊക്കെ ചെയ്യുമെന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഞങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കുട്ടി താമസിക്കുന്ന സ്ഥലത്ത് അതേ പഞ്ചായത്തിലെ കടവത്തൂർ ടൗണിൽ ഈ പ്രതി വിലസി നടക്കുകയാണ്. ഒരു പ്രശ്നമില്ലാതെ വിലസി നടക്കുകയാണ്. നിങ്ങൾ സിമ്പിളായിട്ട് പറയുകയാണ്, അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിന് ഉത്തരവാദിത്തമില്ല, അത് ജയിൽ സൂപ്രണ്ട് ഒരുപക്ഷെ പരോള് നൽകിയതാണെന്ന് ഇടത് നിരീക്ഷകൻ പറയുകയാണ്. ഒരു ജയിൽ സൂപ്രണ്ട് പറയുന്നത് 3 ദിവസത്തെ പരോള് മാത്രമാണ് ഞാൻ നൽകിയത് എന്നാണ്.